നിങ്ങളെ വീട്ടിലെ ഗാർഡനുകൾ നനക്കാൻ സമയമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടോ? അതിനൊരു പരിഹാരം ഞങ്ങൾ ചെയ്തുതരാം. ആദ്യഘട്ടത്തിൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ കുറേ പണികൾ ലാഭിക്കാം. മണ്ണ് ലെവലാക്കി ഒരടി താഴ്ചയിൽ പൈപ്പ് ഇടണം. എത്ര പോയിൻ്റാണോ വേണ്ടതെന്ന് ഗ്രൗണ്ട് അളന്ന് തിട്ടപ്പെടുത്തണം. പുല്ല് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്പ്രിംഗ്ലറിൻ്റെ ടോപ്പ് ലെവൽ കണക്കാക്കി ഫിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതുപോലുള്ള ഗാർഡനുകളിൽ ഞങ്ങൾ പോപ്പപ്പ് സ്പ്രിംഗ്ലറാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡ്രിപ്പ് ഇറിഗേഷന് ചെയ്യാറില്ല. അത് ചെടികൾ അതുമാതിരി കൃഷിക്കൊക്കെ മാത്രമേ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാറുള്ളൂ. ഇവിടെ നമുക്ക് വെള്ളം സ്പ്രെഡായിട്ട് കിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ സ്പ്രിംഗ്ലറുകൾ വെക്കും. പിന്നെ സ്പ്രിംഗ്ലർ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ നമ്മൾ മോട്ടർ ഓണാക്കി കഴിഞ്ഞാൽ പൊന്തി വരുന്ന ടൈപ്പ് സ്പ്രിംഗ്ലേഴ്സാണ് വെക്കുന്നത്. പിന്നെ മുകളിൽ തന്നെ ഓപ്പണായിട്ട് വെക്കുന്ന സ്പ്രിംഗ്ലറുകൾ കുറേ ഉണ്ട്. അത് കൂടുതലായിട്ടും അഗ്രികൾച്ചർ പർപ്പസുകൾക്കാണ് വെക്കാറുള്ളത്. പിന്നെ ഇതുമാതിരി വൺ സൈഡ് അടിക്കുന്ന സ്പ്രിംഗ്ലറുകളും ലഭ്യമാണ്. ഇതിങ്ങനെ ചെറിയ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ മതിലിനോട് ചാരി വെച്ചിട്ട് വൺ സൈഡായിട്ട് അടിക്കും. മറ്റുള്ള സ്പ്രിംഗ്ലറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോപ്പപ്പിന് അല്പം വില കൂടും. പക്ഷേ ഇതിൻ്റെ പർപ്പസ് നോക്കുകയാണെങ്കിൽ അത് വിഷയമുള്ള കാര്യമല്ല. ഇത് ഡാമേജുകൾ ഒന്നും ഉണ്ടാവില്ല. താന്നു പോകുന്നത് കൊണ്ട് തന്നെ തേങ്ങ ചാടിയാലോ കുട്ടികൾ എറിഞ്ഞ് പൊട്ടിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇറിഗേഷൻ വർക്ക് മാത്രമല്ല, ഗാർഡൻ വർക്കും ഇലക്ട്രിക്കൽ പ്ലംബിങ് അങ്ങനെയുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ അടിപൊളിയായിട്ട് ഗാർഡൻ വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ വിളിക്കാവുന്നതാണ്. മലപ്പുറം ജില്ലയിൽ എവിടെ വേണമെങ്കിലും വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്.